കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിളും അത് വെച്ചിട്ട് ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പായ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റാണ് പഠിപ്പിച്ചത്. അപ്പോൾ അപ്പാരറ്റസ് നമ്മൾ കണ്ടു, അതുപയോഗിച്ച് എങ്ങനെയാണ് അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ പാഠത്തിൽ പഠിക്കേണ്ട മറ്റൊരു ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസും അതും ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു പ്രാക്ടിക്കലും കൂടിയാണ് പൊട്ടൻഷ്യോമീറ്റർ. ഇതിൻ്റെ പ്രത്യേകത മീറ്റർ ബ്രിഡ്ജ് പോലെ വേറൊരു അപ്പാരറ്റസാണ്. ഒരു വുഡൻ ബോർഡിൽ 10 മീറ്റർ നീളമുള്ള ഒരു റെസിസ്റ്റൻസ് വയർ, ഒരു വയർ ഇങ്ങനെ 6 ആഗ് മാനറിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഞാനിപ്പോൾ 1, 2, 3, 4, 5, 6 സെക്ഷനെ വരച്ചിട്ടുള്ളൂ. ഓരോ മീറ്റർ ലെങ്തുള്ള 10 സെക്ഷൻസ് ഇങ്ങനെ കാണും. അപ്പോൾ അതിങ്ങനെ വളച്ച് വച്ചേക്കും. ആ വയറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് എ, എൻഡിങ് പോയിൻ്റാണ് ബി. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൊട്ടൻഷ്യോമീറ്റർ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ ഇ എം എഫ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. അതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വുഡൻ ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന 10 മീറ്റർ ലെങ്ത് വരുന്ന ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയറാണ്. നേരത്തെ പറഞ്ഞ പോലെ അപ്പാരറ്റസ് ഇതുപോലെ ഇരിക്കും. ഇതൊരു വുഡൻ ബോർഡാണ്. ഈ വുഡൻ ബോർഡിൽ ഇതേണ്ടേ, ഞാൻ എ എന്നും ബി എന്നും 2 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് എ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. എ എന്ന് പറയുന്നത് ഈ വയറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇത് ബി എന്ന് പറയുന്നത് ഈ വയറിൻ്റെ എൻഡിങ് പോയിൻ്റാണ്. അപ്പോൾ ഡിവൈസ് ഇങ്ങനെ ഇരിക്കും. ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ വയർ കണ്ടോ, 10 സെക്ഷൻസ് ആണ്. 1, 2, 3, 4, 5 അങ്ങനെ 10 സെക്ഷൻസ് ഉണ്ട്. ഈ യൂണിഫോം വയർ ഒരു വുഡൻ ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിനെയാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി കാണുക, ഇതാണ് ഡിവൈസ്. ഇതിന് 2 ടെർമിനൽസ് ഉണ്ട്, എയും ബിയും. പിന്നെ ഉള്ളത് 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എ എന്ന പോയിന്റിൽ നിന്നും നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യണം. ഒരു സെല്ല് കണക്ട് ചെയ്യണം. പിന്നെ ഒരു റിയോസ്റ്റാറ്റ് വഴി, റിയോസ്റ്റാറ്റിൻ്റെ ഉപയോഗം ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് വേരി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു കീയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു കീ. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എ എന്നും ബി എന്നും പറയുന്ന 2 പോയിന്റുകൾക്കിടയിലായിട്ട് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട് ബൈ മീൻസ് ഓഫ് എ റിയോസ്റ്റാറ്റ്. ഈ റിയോസ്റ്റാറ്റ് വേരി ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഈ എക്കും ബിക്കും ഇടയിൽ കാണപ്പെടുന്ന ഈ സർക്യൂട്ടിൻ്റെ പേരാണ് പ്രൈമറി സർക്യൂട്ട് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ പ്രൈമറി സർക്യൂട്ടിൽ വരുന്ന എന്തൊക്കെയാണ്? ഒരു സെല്ല്, ഒരു റിയോസ്റ്റാറ്റ്, ഒരു കീ. അത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എ ബി ടെർമിനൽസിനിടയിൽ വരും. അപ്പോൾ ഇതാണ് എയും ഇതാണ് ബിയും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ടെർമിനലിൽ നിന്ന് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് വഴി റിയോസ്റ്റാറ്റ് വഴി ഇവിടെ കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ വരുന്ന കണക്ഷൻ്റെ പേരാണ് പ്രൈമറി സർക്യൂട്ട്. ഓക്കെ, നമ്മൾ പ്രൈമറി സർക്യൂട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു കറണ്ട് ഈ വയറിലൂടെ പാസ് ചെയ്യും. ഒരു സ്റ്റഡി കറണ്ട് I പാസ് ചെയ്യും. ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ നീളമുള്ള വയറാണ്. ആ വയറിൻ്റെ റെസിസ്റ്റൻസ് പെർ ലെങ്ത് ആണ് പറയുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല. റെസിസ്റ്റൻസ് പെർ ലെങ്ത് ഓഫ് ദ വയർ, അതായത് ആ വയറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് പെർ ലെങ്ത്. ടോട്ടൽ റെസിസ്റ്റൻസ് പെർ ലെങ്തിനെ നമ്മൾ സ്മാൾ r എന്ന് എടുക്കുന്നു. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി വയർ. അപ്പോൾ ഈ വയറിൻ്റെ ഓരോ പോയിന്റിലും ഉള്ള റെസിസ്റ്റൻസ് ആണ് R. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന വോൾട്ടേജ്, ഈ വയറിൻ്റെ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് I × R. ഓക്കെ, അപ്പോൾ പ്രൈമറി സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റഡി കറണ്ട് I ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിലൂടെ പാസ് ചെയ്യും. റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ പോയിന്റിലും ഉള്ള റെസിസ്റ്റൻസ് സ്മാൾ r ആണെങ്കിൽ ഇതിൻ്റെ ഓരോ പോയിന്റിലും ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I × R ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറിലെ ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന വോൾട്ടേജ് I × R ആയിരിക്കും. അതിലായി ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ടും
R ഇതിൻ്റെ ഓരോ പോയിന്റിലെയും ഓരോ യൂണിറ്റ് ലെങ്തിലെയും റെസിസ്റ്റൻസും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതിനെ നമ്മൾ ഫൈ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫൈ പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെങ്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ യൂണിറ്റ് ലെങ്തിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്നൊരു ടേമിൽ നമ്മൾ പറയാറുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്, അതിനെ ഫൈ എന്നെടുക്കുന്നു. ഇത്രയാണ് പ്രൈമറി സർക്യൂട്ടിനെ കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ എന്താണെന്ന് കണ്ടു. ഒരു വുഡൻ ബോർഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലോങ് വയറാണ്. അതിൻ്റെ 2 ടെർമിനൽസ് ആണ് എയും ബിയും. അതിൽ എക്കും ബിക്കും ഇടയിലായിട്ട് ഒരു ബാറ്ററി, ഒരു സെല്ല്, ഒരു റിയോസ്റ്റാറ്റ്, ഒരു കീ, ഇത്രയും സംഭവങ്ങളുണ്ട്. കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഇതിലെ ഓരോ പോയിന്റിലും ഉണ്ടാക്കുന്ന വോൾട്ടേജ് ആണ് ഫൈ, വിച്ച് ഈസ് ഈക്വൽ ടു I × R. ഇനി നോക്കൂ, ഇതിൽ എ എന്ന പോയിന്റിൽ നിന്നും ഞാൻ മറ്റൊരു സെല്ലിൻ്റെ പോസിറ്റീവിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ സെല്ലിൻ്റെ നെഗറ്റീവിൽ നിന്നും ഗാൽവനോമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്നും ജോക്കി എന്ന ഡിവൈസ് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ ജോക്കിയെ നമുക്ക് ഈ വയറിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയും. അത് ഗാൽവനോമീറ്ററിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വച്ചിരിക്കുന്നതാണ്. അത് വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ആ ഹൈ റെസിസ്റ്റൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്ത ശേഷം എ എന്ന ടെർമിനലിൽ നിന്നും മറ്റൊരു സെല്ലിൻ്റെ പോസിറ്റീവ്, അതിൻ്റെ നെഗറ്റീവിൽ നിന്നും ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവ്, ഗാൽവനോമീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് ജോക്കി. ഇപ്പോൾ ഈ മുകളിലുള്ള ഈ സർക്യൂട്ടിൻ്റെ പേരാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയും. സെക്കൻഡറി സർക്യൂട്ട്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിന് 2 സർക്യൂട്ട്, പ്രൈമറി സർക്യൂട്ട് ആൻഡ് സെക്കൻഡറി സർക്യൂട്ട്. ഈ കാണുന്ന സർക്യൂട്ടിൻ്റെ പേരാണ് പ്രൈമറി സർക്യൂട്ട്. ഇപ്പോൾ വരച്ചിരിക്കുന്ന സർക്യൂട്ടിൻ്റെ പേരാണ് സെക്കൻഡറി സർക്യൂട്ട്. ഇനി നമ്മൾ സെക്കൻഡറി സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഈ ജോക്കിയെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ട് പോകണം. ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ 0 എന്ന് കാണിക്കും. ഗാൽവനോമീറ്ററിൻ്റെ റീഡിങ് 0 എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ലെറ്റ് ദ ബാലൻസിങ് ലെങ്ത് വീൽ എൽ ആണ്. എൽ ലെങ്ത്തിലുള്ള വയറിൻ്റെ എൽ ലെങ്ത് എത്തിയപ്പോഴാണ് നമ്മുടെ ഗാൽവനോമീറ്റർ 0 കാണിച്ചതെന്ന് വിചാരിക്കുക. ഈ ലെങ്ത് എത്ര എന്നറിയാൻ വേണ്ടി ഇതിലൊരു മീറ്റർ സ്കെയിലും കൂടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു അളവെടുപ്പ് വേണ്ട, കാരണം ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു മീറ്റർ റൂൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആ ലെങ്ത് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഗാൽവനോമീറ്റർ 0 കാണിച്ച അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, മുകളിലുള്ള ഈ സെല്ലിനൊരു EMF ഉണ്ടല്ലോ. ഈ വയറിൻ്റെ യൂണിറ്റ് ലെങ്തിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നമുക്കറിയാം. IR വോൾട്ടേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൽ ലെങ്തിൽ എത്ര വോൾട്ടേജ് വരും? ഓരോ യൂണിറ്റ് ലെങ്തിലും ഉള്ള വോൾട്ടേജിനെയാണ് ഞാൻ I × R എന്ന് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ എൽ ലെങ്ത് ഉള്ള ആ പോർഷനിൽ, ഇവിടം തൊട്ട് ഇവിടം വരെ വയറിന് എൽ ലെങ്താണ് ഉള്ളത്. അപ്പോൾ ആ എൽ ലെങ്തിൻ്റെ പോർഷനിൽ എത്ര വോൾട്ടേജ് കാണൂടെ? IR × L വോൾട്ടേജ് കാണും. യൂണിറ്റ് ലെങ്തിലെ വോൾട്ടേജ് IR. അപ്പോൾ എൽ ലെങ്തിലുള്ള വോൾട്ടേജ് IR × L. അപ്പോൾ ഈ IR × L എന്ന വോൾട്ടേജ് ഈ ഗാൽവനോമീറ്ററിന് എക്രോസ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ IRL എന്ന് പറയുന്ന വോൾട്ടേജ് ഈ സെല്ലിൻ്റെ EMFന് ഈക്വൽ ആകുമ്പോഴാണ് ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നത്. അപ്പോൾ ഈ IRL എന്ന വോൾട്ടേജിനെ, അല്ലെങ്കിൽ ഈ വയറിലുള്ള വോൾട്ടേജിനെ മുകളിൽ കൊടുത്തിരിക്കുന്ന സെല്ലിൻ്റെ EMF ഈക്വൽ ആക്കും, ബാലൻസ് ആക്കുമ്പോഴാണ് ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നത്. അതായത് ജോക്കി നമ്മൾ ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തുന്നു. അപ്പോൾ ഇത്രയും ലെങ്തിലെ വോൾട്ടേജാണ് ഗാൽവനോമീറ്ററിന് കിട്ടുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ റീഡിങ് കാണിക്കും. നിങ്ങൾ നീളം അങ്ങോട്ട് കൂടുന്തോറും ഈ വയറിലെ കൂടുതൽ വോൾട്ടേജ് ആർക്ക് കിട്ടാൻ തുടങ്ങും? ഗാൽവനോമീറ്ററിന് കിട്ടാൻ തുടങ്ങും. ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾ എത്തുമ്പോൾ ആ വയറിലെ വോൾട്ടേജ് മുകളിലെ സെല്ലിൻ്റെ EMFന് ഈക്വൽ ആവും. ആ സമയത്താണ് ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നത്. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ is balanced by the EMF in the secondary circuit. So at the balancing condition we can write EMF in the secondary circuit is equal to IR × L.
ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് ആണ് ഇതിനകത്തെ പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. ഇത് മനസ്സിലാക്കിയാൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. സോ പൊട്ടൻഷ്യോമീറ്റർ ബാലൻസ് ആവുന്ന സമയത്ത് സെക്കൻഡറി സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന സെല്ലിന്റെ EMF നിങ്ങൾ എവിടെ നിൽക്കുന്നോ അത്രയും ലെങ്തിലുള്ള വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഇതിൽ ഐയും ആറും കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താണ്? പ്രൈമറി സർക്യൂട്ട് തരുന്ന കറണ്ടാണ് ഐ. ആറെന്ന് പറയുന്നത് ഈ വയറിന്റെ റെസിസ്റ്റൻസ് പെർ ലെങ്ത് ആണ്. ഐക്ക് എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ പ്രൈമറി സർക്യൂട്ടിൽ എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ ഐ വേരി ചെയ്യൂ. പ്രൈമറി സർക്യൂട്ടിൽ നമ്മൾ എക്സ്പെരിമെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൈമറി സർക്യൂട്ടിൽ പിന്നെ നമ്മൾ ഒരു ചേഞ്ചും വരുത്തരുത്. അപ്പോൾ പ്രൈമറി സർക്യൂട്ടിൽ ഒരു ചേഞ്ചും വരുത്താത്രത്തോളം ഐ കോൺസ്റ്റന്റ് ആയിരിക്കും, ആറും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് IR പകരം നമ്മൾ നേരത്തെ പറഞ്ഞ 5 എന്ന് എഴുതിയാലും മതി, 5 × L എന്ന് എഴുതാം. അപ്പോൾ 5 കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് E പ്രപ്പോർഷണൽ ടു L എന്ന് കിട്ടും. ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. എന്താണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ? സെക്കൻഡറി സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന സെല്ലിന്റെ EMF ബാലൻസിങ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സിമ്പിൾ ലോജിക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിങ്ങൾ വലിയ EMF ഉള്ള ഒരു സെല്ലാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് ധാരാളം വോൾട്ടേജ് ഉള്ള ഒരു സെല്ലാണ് കൊടുക്കുന്നതെങ്കിലേ നിങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞൊന്നും ഗാലമിനോട്ട് 0 കാണിക്കില്ല. കാര്യം എന്താ? 0 കാണിക്കണമെങ്കിൽ നിങ്ങളുടെ വയറിലെ വോൾട്ടേജ് EMFന് ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് സെല്ലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ ചെറിയ ലെങ്തിലെ വോൾട്ടേജ് ഒന്നും അതിന് ഈക്വൽ ആവില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ലെങ്ത് കവർ ചെയ്താലേ ഗാലമീറ്റർ 0 എന്ന് കാണിക്കൂ. അപ്പോൾ ഹൈ EMF ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം അത്രയും ലെങ്തിലെ വോൾട്ടേജ് എത്തിയാലേ EMFന് ഈക്വൽ ആവും. അതേസമയം നിങ്ങൾ ചെറിയ ഒരു EMF ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, വളരെ ചെറിയൊരു വോൾട്ടേജ് ഉള്ള EMF ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിലോ, ഒരു ചെറിയ ലെങ്ത് എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യോമീറ്ററിലെ വോൾട്ടേജ് EMFന് ഈക്വൽ ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ EMF കൂടുതലാണെങ്കിൽ ബാലൻസിങ് ലെങ്ത് കൂടുതലായിരിക്കും, ഇവിടുത്തെ EMF കുറവാണെങ്കിൽ ബാലൻസിങ് ലെങ്ത് കുറവായിരിക്കും. സോ ക്ലിയർലി EMF ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ബാലൻസിങ് ലെങ്ത്. സിംപ്ലി ദിസ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. പിന്നെ ഒരു കാര്യം, NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുമ്പോൾ E = 5L എന്ന് എഴുതുന്നതിന് മുമ്പായിട്ട് E - 5L = 0 യൂസിങ് കിർച്ചോഫ് റൂൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ എന്താണ്? ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഇത് ഇവിടം തൊട്ട് ഞാൻ തൊടുന്ന പോയിന്റ് A മുതൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇത്രയും ഭാഗം ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആണ്. കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ നമ്മൾ പറഞ്ഞല്ലോ, അത് വെച്ചൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. E - 5L = 0 എന്ന് എഴുതിയാൽ അടുത്ത സ്റ്റെപ്പിൽ E = 5L ആണ്. ഞാൻ കിർച്ചോഫിന്റെ റൂളോ ഒന്നും പറഞ്ഞില്ല, സിമ്പിളായിട്ടാണ് അത് പറഞ്ഞു തന്നത്. അതായത് ഈ ലെങ്തിലെ വോൾട്ടേജ് എത്രയാണോ അത് EMFന് തുല്യമാവുകയാണ്. അപ്പോഴാണ് ഗാലമീറ്റർ 0 ആവുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു സ്റ്റെപ്പ് അവിടെ എഴുതേണ്ട കാര്യമില്ല. അറ്റ് ദ ബാലൻസിങ് ടൈം ദ EMF ഇൻ ദിസ് സെൽ ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദ വയർ. മനസ്സിലായല്ലോ? സോ ഇത് മനസ്സിലാക്കുക. ഇവിടുത്തെ EMF ഇവിടുത്തെ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ നിങ്ങൾ പൊട്ടൻഷ്യോമീറ്റർ ഹെഡിങ് കൊടുത്ത ശേഷം ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് എഴുതുക. അതിനുശേഷം ഈ സർക്യൂട്ട് വരയ്ക്കുക. എന്നിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ എഴുതുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി വയർ Φ = IR എന്ന് എഴുതുക. എന്നിട്ട് അറ്റ് ദ ബാലൻസിങ് ടൈം അല്ലെങ്കിൽ അറ്റ് ദ കണ്ടീഷൻ ഓഫ് ബാലൻസിങ് EMF ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട് E = IR × L എന്ന് എഴുതണം. വേറെ L ഈസ് ദ ബാലൻസിങ് ലെങ്ത്. ഇത്രയേ ഉള്ളൂ. E പ്രപ്പോർഷണൽ ടു L. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. അടുത്ത പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് പൊട്ടൻഷ്യോമീറ്ററിന്. അതിൽ 2 ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ +2 സിലബസിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ടു കമ്പയർ ദ EMF ഓഫ് 2 സെൽസ്. 2 സെല്ലുകളുടെ EMFന്റെ കമ്പാരിസൺ നടത്താൻ വേണ്ടി പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാം. അതാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഇതാണ് സർക്യൂട്ട്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വരയ്ക്കും. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം വരയ്ക്കുന്നു. പ്രൈമറി സർക്യൂട്ട് വരയ്ക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി സെക്കൻഡറി സർക്യൂട്ടിൽ 2 സെല്ലുകൾ ഉണ്ടല്ലോ. 2 സെല്ലുകളുടെ EMF ആണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കമ്പയർ ചെയ്യേണ്ട സെല്ലുകളെ എടുത്ത് സെക്കൻഡറി സർക്യൂട്ടിൽ കൊണ്ടുവരണം. എയിൽ നിന്നും ആദ്യത്തെ സെല്ല്, എയിൽ നിന്നും രണ്ടാമത്തെ സെല്ല്. ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽസ് ദാണ്ടെ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് 2 വേ കീ എന്ന് പറയും. 2 വേ കീ. ഇതിൻ്റെ പ്രത്യേകത
ഇവിടെ 3 പോയിന്റ്സ് ഉണ്ട്, എക്സ് വൈ ഇസഡ്. ഞാൻ ഈ എക്സ് വൈ എന്ന് ഇതൊരു കീ ആണ്. കീ എന്ന് പറഞ്ഞാൽ ഇതങ്ങ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം പിടിച്ചിട്ടാൽ ഇതങ്ങ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ എക്സ് വൈ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വൈ ഇസഡ് ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പോൾ E2 എന്ന് പറയുന്ന സെല്ലിന് ഈ സർക്യൂട്ടിൽ യാതൊരു റോളും ഇല്ല, കാരണം ആ കീ ഞാൻ ഓഫ് ചെയ്തിട്ടേക്ക്. ഞാൻ എക്സ് വൈ ആണ് ക്ലോസ് ചെയ്യുന്നത്. എക്സ് വൈ ക്ലോസ് ചെയ്താൽ E1 എന്ന സെല്ലായിരിക്കും സെക്കൻഡറി സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡറി സർക്യൂട്ടിൽ ഒരു സെല്ലിന് വരെ ഞാൻ 2 സെല്ല് കൊടുത്തിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഒരു സമയം അതിൽ ഒരു സെല്ലേ പ്രവർത്തിക്കൂ. അതിനുള്ള സംവിധാനമാണ് ഈ 2 വേ കീ. അപ്പോൾ എക്സും വൈയും ഞാൻ ക്ലോസ് ചെയ്യുകയാണേ. അങ്ങനെ എക്സും വൈയും ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ E1 എന്ന് പറയുന്ന സെല്ല് സർക്യൂട്ടിൽ വരും. എന്നിട്ട് ഞാൻ ജോക്കി സ്ലൈഡ് ചെയ്ത് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഗാൽവനോമീറ്റർ ബാലൻസിങ് കാണിച്ചു. അപ്പം നമുക്കറിയാം ബാലൻസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡറി സർക്യൂട്ടിലെ EMF ബാലൻസിങ് ലെങ്തിന് പ്രപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ E1 എന്ന സെല്ല് ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ L1 എന്ന് പറയുന്ന ലെങ്തിൽ വച്ച് ഗാൽവനോമീറ്റർ 0 കാണിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ഗാൽവനോമീറ്റർ 0 റീഡിങ് കാണിച്ചു L1 എന്ന ലെങ്തിൽ വെച്ച്. അപ്പം നമുക്ക് പറയാം E1 പ്രപ്പോർഷണൽ ടു L1. അപ്പോൾ E1 ഒരു ഹൈ EMF ആണെങ്കിൽ L1 വളരെ വലിയ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്. E2 ഒരു ചെറിയ EMF ഉള്ള സെല്ലാണെങ്കിൽ ചെറിയ ലെങ്തിലും ബാലൻസ് ആവും. സോ E1 പ്രപ്പോർഷണൽ ടു L1. അപ്പോൾ നമ്മൾ എന്ത് നോട്ട് ചെയ്യണം? L1 എത്ര വന്നെന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് എത്രയെങ്കിലും സെൻറ്റിമീറ്റർ ആയിരിക്കും. സപ്പോസ് 70 സെൻറ്റിമീറ്റർ എന്ന് ഇരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കീ ഓഫ് ചെയ്ത ശേഷം ഈ കീ ഓൺ ചെയ്യണം, ഈ കീ ക്ലോസ് ചെയ്യണം, ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം. അപ്പോൾ E1 ഇനി പ്രവർത്തിക്കൂല, E2 ഈ രണ്ടാമത്തെ സെല്ലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ വീണ്ടും ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം E2ന് ആനുപാതികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ലെങ്തിൽ വെച്ച് ഗാൽവനോമീറ്റർ 0 കാണിക്കും. ആ ലെങ്ത് L2 എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് പ്രിൻസിപ്പിൾ അനുസരിച്ച് E2 പ്രപ്പോർഷണൽ ടു എത്രയെന്ന് എടുക്കാം? L2 എന്ന് എടുക്കാം. സോ E1/E2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? L1/L2. ഇവിടുത്തെ പ്രപ്പോർഷണൽ കോൺസ്റ്റൻറ്റ് നമ്മളെ 5 ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കട്ടായി പോകുമല്ലോ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് E1/E2 ഈസ് ഈക്വൽ ടു L1/L2. ദസ് ദ 2 EMF ക്യാൻ ബി കമ്പയർഡ്. അതായത് E1ഉം E2ഉം തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് ഈ ലെങ്തുകളുടെ റേഷ്യോയും നമുക്ക് കിട്ടും. അതിൽ തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾക്ക് E2 അറിയാമെങ്കിലോ, E2ൻ്റെ വാല്യൂ അറിയാമെങ്കിൽ L1ഉം L2ഉം കിട്ടും. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? E1 കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു അൺനോൺ സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലൊരു സെല്ല് കൊണ്ട് തന്നിട്ടേ അതിന് എത്ര EMF ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടാൻ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിൽ എത്ര EMF ആണ്. എത്ര EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, എത്ര വോൾട്ടാണ് അതിൻ്റെ EMF എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തന്നിരിക്കുന്ന അറിഞ്ഞൂടാത്ത സെല്ലിനെ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് പരിഗണിക്കണം. സപ്പോസ് E1 ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അൺനോൺ EMFനെ എടുത്ത് കൊടുക്കുക. ഇനി ലാബിൽ നോക്കി EMF എത്രയെന്ന് അറിയാവുന്ന ഒരു സെല്ലെടുത്ത് E2ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. എന്നിട്ട് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ആദ്യം E1 വെച്ച് ബാലൻസിൽ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ E1 പ്രപ്പോർഷണൽ ടു L1. L1 എത്രയാണെന്ന് ആ സ്കെയിൽ നോക്കി അറിയാൻ പറ്റും. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അറിയാവുന്ന EMF വെച്ച് വീണ്ടും ബാലൻസിൽ എന്ത് കണ്ടുപിടിക്കുക. സോ E2 പ്രപ്പോർഷണൽ ടു L2 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ E1/E2 ഈസ് ഈക്വൽ ടു L1/L2. ഹാവിംഗ് ദ വാല്യൂ ഓഫ് E2, L1 ആൻഡ് L2 യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് E1. സോ രണ്ട് ആവശ്യങ്ങൾക്കാണ് ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന്, ടു കമ്പയർ ദ EMF ഓഫ് 2 സെൽസ്, അതായത് EMFകളുടെ റേഷ്യോ കണ്ടുപിടിക്കാം. രണ്ട്, ടു ഫൈൻഡ് ദ അൺനോൺ EMF. ഇത് രണ്ടും പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ്. പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഫൈൻഡ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ അന്ന് പഠിച്ച സെല്ലിൻ്റെ കോൺസെപ്റ്റ്, സെല്ല്, ഇന്റേണൽ റെസിസ്റ്റൻസ്, ലോസ്റ്റ് വോൾട്ട്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ ടോപ്പിക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മനസ്സിലാവും. നമുക്കറിയാം ഏതൊരു സെല്ലിനും ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഒരു സെല്ലിന് എത്ര ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പൊട്ടൻഷ്യോമീറ്റർ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് നോക്കാം. ആദ്യം പൊട്ടൻഷ്യോമീറ്റർ എടുക്കുക. പൊട്ടൻഷ്യോമീറ്റർ എടുത്ത ശേഷം എക്കും ബിക്കും ഇടയിൽ പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്യുക. പ്രൈമറി സർക്യൂട്ടിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി കറണ്ട് ആയി നൽകുക എന്നത് മാത്രമാണ്. അതായത് അപ്പോൾ ഇതിന്റെ വയറിൽ ഓരോ പോയിന്റിലും IR എന്ന് പറയുന്ന വോൾട്ടേജ് ഓരോ യൂണിറ്റ് ലെങ്തിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി സർക്യൂട്ടിന്റെ ഡ്യൂട്ടി. അതിനൊരു മാറ്റവുമില്ല.
ഓക്കെ ആണല്ലോ. പ്രൈമറി സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു സ്റ്റഡി കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യും. ആ കറണ്ട് കാരണം ഇതിൻ്റെ ഓരോ ലെങ്തിലും വരുന്ന വോൾട്ടേജാണ് I/R. ഇനി ഏത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ സെല്ലിനെ എടുത്ത് സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന EMF E ആയ നമ്മുടെ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഗാൽവനോമീറ്റർ വഴി ജോക്കിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പഴയ പോലെ തന്നെ. ഇനി ഒരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട്. ആ സെല്ലിന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ട് ത്രൂ എ കീ. ഒരു കീ വഴി ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയാം. ലാബിലെ റെസിസ്റ്റൻസ് ബോക്സ് ആണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈ റെസിസ്റ്റൻസിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ദാറ്റ് ഈസ് ഈ കീ ഓഫ് ചെയ്തിടണം. ഈ കീ ഓഫ് ചെയ്തിട്ടാൽ ഈ റെസിസ്റ്റൻസിന് യാതൊരു റോളും ഇല്ല. പഴയ പോലെ EMF ആണ് ഇവിടെ ഉള്ളത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഈ ജോക്കി സ്ലൈഡ് ചെയ്ത് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. നിങ്ങൾക്ക് L1 എന്ന് കിട്ടി ലെങ്ത്. അപ്പം നമുക്ക് പ്രിൻസിപ്പിൾ അനുസരിച്ച് E പ്രപ്പോർഷണൽ ടു L1 എന്നെഴുതാം. ഒരു സെല്ലേ ഇവിടെ ഉള്ളൂ. തൊട്ട് മുമ്പ് പറഞ്ഞ ആപ്ലിക്കേഷനിൽ 2 സെല്ലുകളായിരുന്നു. ആദ്യം ഫസ്റ്റ് സെൽ E1 വെച്ച് ചെയ്തു, അപ്പോൾ L1 കിട്ടി. പിന്നെ രണ്ടാമത്തെ സെല്ല് E2 വെച്ച് ചെയ്തു, അപ്പോൾ L2 കിട്ടി. ഇവിടെ ഒരു സെല്ലേ ഉള്ളൂ E. അവിടെ എന്താണ്, ഈ കീ ഓപ്പൺ ചെയ്തുകൊണ്ട് അത് കീ ഉൾപ്പെടുത്താതെ ഈ റെസിസ്റ്റൻസ് കൂട്ടാതെ EMF ഈ സെല്ല് ഉപയോഗിച്ച് ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിച്ചു. സോ നമുക്ക് L1 എന്ന് കിട്ടി. സോ ഈ പ്രപ്പോർഷണൽ ടു L1. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ കീ ഓൺ ചെയ്യുക. അപ്പോൾ ആ കീ ഞാൻ എന്താ ഓൺ ചെയ്തു. കീ ഓൺ ചെയ്തിട്ടാണ് ഞാൻ ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കുന്നതെങ്കിലേ എനിക്ക് ഈ ലെങ്ത് കിട്ടത്തില്ല. ഞാൻ ഇപ്പോൾ ആദ്യം ഈ കീ ഓഫ് ആയിരുന്നപ്പോൾ ഇതിലേക്ക് കൊണ്ടുപോയി ഇവിടെ വെച്ചാണ് എനിക്ക് ബാലൻസ് ആയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ് L1 എന്ന് എടുത്തത്. എന്നാൽ ഈ കീ സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഞാൻ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിച്ചാൽ എനിക്ക് കുറച്ചുകൂടി ചെറിയ ലെങ്തിൽ ഇത് ബാലൻസ് ആവും. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, ഈ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ല് നമുക്ക് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ സെല്ലിൽ നിന്നും എന്ത് പോകാൻ തുടങ്ങൂടെ, ഈ റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സെല്ല് ഓപ്പണായിട്ടിരുന്നാൽ മാത്രമേ അതിൻ്റെ EMF തരാൻ പറ്റൂ. ആ സെല്ല് ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ടെർമിനൽസിൽ അതിൻ്റെ EMF ലഭ്യമാകില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഈ സെല്ല് ഒരു കറണ്ടിനെ തന്നു കഴിഞ്ഞാൽ ആ കറണ്ട് ഇതിൻ്റെ അകത്തൊരു സംഭവമുണ്ട്, അതിൻ്റെ പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അവിടെ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ആവും, പോയിട്ട് ബാക്കിയെ നമുക്ക് കിട്ടൂ. അതിൻ്റെ പേരാണ് ടെർമിനൽ വോൾട്ടേജ് V എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കീ ഓഫ് ആണെങ്കിൽ ഈ സെല്ല് അതിൻ്റെ EMF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ബാലൻസ് ലെങ്ത് ആ EMFന് പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ കീ ക്ലോസ് ചെയ്താൽ ഈ സെല്ലിന് അതിൻ്റെ EMF ഇപ്പം കിട്ടത്തില്ല. കാരണം ആ ആ സെല്ല് ഇതുവഴി കറണ്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ EMFനേക്കാൾ ലേശം കുറഞ്ഞ ഒരു വോൾട്ടേജ് ഇവിടെ ലഭ്യമാകുള്ളൂ. അതുകൊണ്ടാണ് താഴെ ബാലൻസ് ലെങ്ത് ചെറുതായത്. ആ വോൾട്ടേജിനെ നമ്മൾ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയും. സോ ഇപ്പം നമ്മൾ ബാലൻസ് ചെയ്തത് സെല്ലിൻ്റെ ടെർമിനൽ വോൾട്ടേജ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L2. ക്ലിയർ ആണല്ലോ? അത് റിവൈസ് ചെയ്ത് കേൾക്കണം. V പ്രൊപ്പോർഷണൽ ടു L2 വേർ V ഈസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഒരു കാര്യം, ഈ Vയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ER/R+R എന്ന് പഠിച്ചിട്ടുണ്ട്. അത് മുൻ വീഡിയോകൾ നോക്കുമ്പോൾ മനസ്സിലാവും. എങ്ങനെയാണ് അത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഈ EMF ഈ കറണ്ട് ക്യാപിറ്റൽ ആറിലൂടെ കടന്നു പോകും. അപ്പോൾ I/R എന്ന വോൾട്ടേജ് കിട്ടും. പ്ലസ് ഈ കറണ്ട് ഈ സെല്ലിനകത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വഴി കടന്നു പോകും. അപ്പോൾ അതാണ് I/r. അതിൽ I/R എന്ന് പറയുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിച്ചത്. ഇത് ലോസ്റ്റ് വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ E = V + IR എന്ന് കിട്ടും. V + I/r. ഇതിലെ Vയുടെ പേരാണ് ടെർമിനൽ വോൾട്ടേജ്.
വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇ എം എഫിൽ നിന്നും ലോസ്റ്റ് വോൾട്ടും പോയിട്ട് ബാക്കിയാണ് ടെർമിനൽ വോൾട്ടേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണല്ലോ, ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ എഴുതുകയാണ്, ടെർമിനൽ വോൾട്ടേജ് സമം ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണ്. ദാറ്റ് ഈസ് അതിൽ ഐ എന്താണ്? ഈ സർക്യൂട്ടിലെ കറണ്ട്. അതെത്രയാണ്? ഇതിലെ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഇതാണ് ക്യാപിറ്റൽ ആർ പ്ലസ് സ്മാൾ ആർ. ഞാൻ സ്പീഡിന് പറയാൻ കാരണം ഇതൊരിക്കൽ പഠിച്ച കാര്യമായതുകൊണ്ടാണ്. അങ്ങനെയാണ് ആക്ച്വലി അത് കിട്ടുന്നത്. അപ്പോൾ ഈ സെല്ല് തരുന്ന കറണ്ടാണ് ഐ. ആ ഐ ചെന്ന് ആറിൽ കയറും. അപ്പോൾ കിട്ടുന്ന വോൾട്ടേജാണ് ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ. പിന്നെ ആ ഐ വന്ന് സെല്ലിൻ്റെ അകത്ത് കയറും, ഐ ഇൻറ്റു സ്മാൾ ആർ. അത് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണ് ടെർമിനൽ വോൾട്ടേജ്. അതിൽ ഐ എന്താണ്? കറണ്ട്. അതെത്രയാണ്? ഇതിനകത്തെ ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇ എം എഫ് ഇ ആണ്, റെസിസ്റ്റൻസ് ആർ പ്ലസ് ആർ ആണ്. ഡൗട്ട് എന്തെങ്കിലും ഈ സെക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ ആ പഴയ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, സെല്ലിനെ കുറിച്ച് പഠിക്കുന്നു. എനിവേ ഇപ്പോൾ ഇവിടെ ഇതാണ് ഉദ്ദേശിക്കുന്നത്, സെല്ലിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ഇ ആർ ബൈ ആർ പ്ലസ് ആർ ആണ്. ഞാൻ ആ വാല്യൂ അവിടെ കൊടുക്കുകയാണ്, ഇ ആർ ബൈ ആർ പ്ലസ് ആർ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു L2. മറ്റത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയെന്ന് പിടിയിട്ടു. അതൊന്നുകൂടെ ഓടിച്ച് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കീ ഓപ്പൺ ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസ് ഉൾപ്പെടുത്താതെ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ സെല്ലിൻ്റെ ഫുൾ ഇ എം എഫ് നമുക്ക് കിട്ടും. അതിനുശേഷം കീ ക്ലോസ് ചെയ്ത് റെസിസ്റ്റൻസും കൂടി ഉൾപ്പെടുത്തി ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സെല്ലിൻ്റെ ഫുൾ വോൾട്ടേജ് കിട്ടത്തില്ല, ടെർമിനൽ വോൾട്ടേജേ കിട്ടത്തുള്ളൂ. അപ്പോൾ ബാലൻസ് ലെങ്ത് ചേഞ്ച് ചെയ്ത് L2 ആവും. ആ വിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇ ആർ ബൈ ആർ പ്ലസ് ആർ. ഇതിൽ കിടക്കുന്ന ചെറിയ ആറാണ് എന്തോന്ന്? ഇന്റേണൽ റെസിസ്റ്റൻസ്. ഈ ചെറിയ ആറാണ് ഈ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്യണം. എന്തിനാണ്? സ്മാൾ ആർ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇക്വേഷൻ 1/2 1/2 ഇംപ്ലൈസ്, നോക്ക് ലെഫ്റ്റ് സൈഡിൽ ഇ ബൈ, അതിൻ്റെ രണ്ടാമത്തെ ഇക്വേഷനിൽ വരുന്നത് ഇ ആർ ബൈ ആർ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു L1 ബൈ L2. അപ്പോൾ ഈയും കട്ടായി പോകും. ഈ ആർ പ്ലസ് ആർ മുകളിൽ വരും. ആർ പ്ലസ് ആർ മനസ്സിലായില്ലേ? ഈയും കട്ടാവുന്നു, ആർ പ്ലസ് ആർ മുകളിൽ വരും. അപ്പോൾ ആർ പ്ലസ് ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു L1 ബൈ L2. സെപ്പറേറ്റ് ഡിനോമിനേറ്റർ ആർ ബൈ ആർ. 1 പ്ലസ് ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു L1 ബൈ L2. ഓക്കെ, ഈ 1 അങ്ങ് അപ്പുറത്ത് പോകുന്നു. അപ്പോൾ ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു L1 ബൈ L2 മൈനസ് 1. നമുക്കിത് ആറിന് വേണ്ടി സോൾവ് ചെയ്യണം. സോ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇവിടെ ഇൻറ്റു ആവും. ക്യാപിറ്റൽ ആർ ഇൻറ്റു L1 ബൈ L2 മൈനസ് 1. ദാറ്റ്സ് ഇറ്റ്. ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ സ്മാൾ ആർ എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. L1 L2 ആദ്യം കിട്ടിയ ബാലൻസ് ലെങ്തും രണ്ടാമത് കിട്ടിയ ബാലൻസ് ലെങ്ത്. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ആദ്യം ഈ സെല്ലിനെ മാത്രം വെച്ച് ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു L1. 2 കീ ക്ലോസ് ചെയ്ത ശേഷം സെല്ലിൻ്റെ തന്നെ ടെർമിനൽ വോൾട്ടേജ് വെച്ചിട്ട് ഇ എം എഫിനെ ബാലൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് L2 ആയിരിക്കും. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്. 1ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്യുന്നു. സോൾവിങ് വി ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു L1 ബൈ L2 മൈനസ് 1. ഇതിൽ ഓരോ ടൈം ഒന്നെന്നറിയാലോ, L1 L2 ആദ്യവും രണ്ടാമതും കിട്ടിയ ബാലൻസിൽ നിന്ന്. ക്യാപിറ്റൽ ആർ ഇവിടെ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി സിലബസിൽ ഇത്രയും കണ്ടന്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാവുള്ളൂ. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇത്രയും കണ്ടന്റ് എന്ന് വെച്ചാൽ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ഉള്ള ആപ്ലിക്കേഷൻ പോയിന്റ്സും ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടെ ഒരു വീഡിയോ ആയിട്ട് വർക്കൗട്ട് ചെയ്തിടാം. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി തീരും.